നല്ല സസ്പെൻസ്, എന്താ പറയുക, ഇരുത്തിക്കളയും. എന്തായാലും ഒരു പ്രാവശ്യം കണ്ടാൽ മാത്രമല്ല വീണ്ടും വീണ്ടും കാണാൻ പറ്റും, ബോറടിപ്പിക്കില്ല. മറ്റേത് ഫസ്റ്റ് ടൈം വാച്ച് അത് തീർന്നു. ഇതങ്ങനെയല്ല, ഇരുന്ന് കാണാം. എത്ര ടൈം വേണമെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ കൺഫ്യൂഷൻ മാറുന്നേ ഇല്ല. വീണ്ടും ഇപ്പോൾ പ്രാവശ്യം കൂടി കാണാം. ത്രില്ലർ ഫിലിംസ് ഇഷ്ടമുള്ളവർക്ക് മസ്റ്റായിട്ട് കാണാൻ പറ്റിയ പടമാണ്. അതിലൊരു നോ ഡൗട്ട്. ആസിഫ് അലി ബിജുവിന് കോമ്പിനേഷൻ പെർഫെക്റ്റ്. അത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ആസിഫ് അലി ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ കെമിസ്ട്രി എല്ലാം വർക്കൗട്ട് ആകുമ്പോൾ ത്രില്ലർ ബേസ്ഡ് വരുമ്പോഴത്തേക്ക് പക്കായിട്ടുണ്ട്. ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ ഒരു രീതിയിൽ ലാഗില്ലാതെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റിയ കുറേ സീനുകളുണ്ട്. ക്ലൈമാക്സ് പക്ക ട്വിസ്റ്റ് ഉണ്ട്. ദീപത്തേവിൻ്റെ മ്യൂസിക് എടുത്തു പറയണ്ട, ബീച്ച് ഒരു രക്ഷയില്ല മോനെ. അതുകൊണ്ട് ഫസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ത്രില്ലർ ഫിലിമാണെന്നുള്ള ഒരു ഡൗട്ടില്ല പറയുന്നത്. ആരാണ് സ്കോർ ചെയ്യുന്നത്? ബിജുവിന് മിക്കവാറും സീനുകൾ സ്കോർ ചെയ്യുമ്പോഴും ആസിഫിലെ പുറകെ വന്ന് കവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഭയങ്കരമാണ്. അയ്യപ്പൻ കോശിയിലെ ഒരു ബിജുവിനുണ്ടല്ലോ, ആ സാധനം എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു ഈഗോ ക്ലാഷിൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷേ ഒരുപാട് സീനുകളിൽ ത്രില്ലർ എലമെൻസ് ഉണ്ട്. അത് തിയേറ്ററിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റിയിട്ടുള്ള ഈ പടത്തിന് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളൂ. ഫുള്ളൊന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഓടും. സൂപ്പർ സൂപ്പർ. സൺഡേ ഹോളിഡേ ഒന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത് സൺഡേ ഹോളിഡേ വിജയ് സൂപ്പർ ഒന്നും ചെയ്ത ജിസ്സേട്ടൻ്റെ പടമല്ല ഇത്. വേറൊരു ജിസ് ജോയുടെ സിനിമയാണ് ഇത്. ജിസ്സേട്ടൻ എൻ്റെ ഒരു വേഴ്സറ്റാലിറ്റി ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ് തലവൻ. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ അറ്റ്മോസ്റ്റ് പെർഫെക്ഷനിലാണ് ജിസ്സേട്ടൻ ഇത് എടുത്തിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് പ്രതീക്ഷിക്കാം എന്നാണ്. ഞാൻ എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കും. അടിപൊളി മൂവിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സാറ് ട്രാക്ക് മാറ്റി എല്ലാവരും പറയുന്നത് സാറിൻ്റെ യൂഷ്വൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റിനെ കഴിഞ്ഞും അടിപൊളിയായിട്ട് ഒരു ട്രാക്ക് മാറ്റി പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വർക്കൗട്ട് ആവാൻ തോന്നും. ഇപ്പോൾ ബിജു സാറാണെങ്കിലും മാസിക ആണെങ്കിലും അടിപൊളിയായിട്ട് കോമ്പറ്റേറ്റീവ് മൈൻഡോടുകൂടിയാണ് അഭിനയിച്ചത്. ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും വർക്കൗട്ട് ആവുന്ന ഒരു ഒരു ത്രില്ലർ മൂവിയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സിനിമയുടെ മേക്കിംഗ് തന്നെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ത്രില്ലടിച്ചാണ് നമ്മൾ തിരുന്നത്. അതോടെ അടിപൊളി അടിപൊളി പടം തലവൻ. നമ്മുടെ മമ്മൂക്ക ടർബോ ജോസായിട്ട് വന്ന് ഞെട്ടിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഈ പൊരിച്ചെടിയുന്ന മഴയത്ത് അടുത്ത പടം റിലീസ്. എന്തായാലും തലവൻ എന്ന് പറഞ്ഞ പടം ജിസ് ജോയി എന്ന സംവിധായകൻ മാക്സിമം ഇവരെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഈ പോലീസ് കഥ കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. എന്തായാലും അതിലൊക്കെ ജിസ് ജോയി എന്ന ഡയറക്ടർ വിജയിച്ചിരിക്കുന്നു. ഈ രണ്ട് നടന്മാരെ മാക്സിമം അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ഈ കഥാപാത്രങ്ങൾ വളരെ ഭദ്രമായിട്ട് ഡയറക്ടറുടെ കയ്യിലേറ്റുന്നു. എന്തായാലും നല്ല സൂപ്പർ ഹിറ്റ് പടം. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ദീപക് ദേവ് സൂപ്പർ. എന്തായാലും എഡിറ്റർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാം. നല്ലൊരു ഒരു കൊലപാതക കേസ് അന്വേഷിക്കുന്നു. അത് ഒരു കഥയിൽ നിന്ന് വേറൊരു രീതിയിൽ പോകുന്നു. പിന്നെ രണ്ട് പോലീസുകാരും ഒത്തുചേർന്ന് ആ കഥ മികച്ച രീതിയിൽ ആ അന്വേഷണം പൂർത്തീകരിക്കുന്നു. അതിന് സൂപ്പർ ഹിറ്റ് സിനിമയാണ് തലവൻ. എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണും. തലവൻ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്ററിലാണ്. ജിസ് ജോയ് പടമാണെന്ന് നമ്മൾ പറയുന്നത്. കാരണം ജിസ് ജോയ് പടത്തിൽ നമ്മൾ എപ്പോഴും ഒരു നന്മലവൻ ഉണ്ടാവുമല്ലോ. ഇത് പക്ക കംപ്ലീറ്റ് ഒരു ത്രില്ലറിൻ്റെ എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് നാൾക്ക് ശേഷം ആസിഫലിൻ്റെ നല്ലൊരു കംബാക്ക് ആയിരിക്കും. ബിജുമേ ആസിഫ് അലി കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. പലരും ട്രെയിലർ കണ്ടപ്പോൾ ഇതൊരു അയ്യപ്പൻ കോശി വൈബ് ആണോ എന്നുള്ളത് ചോദിച്ചതായിരുന്നു. പക്ഷേ രണ്ടുപേരും ഈഗോ ക്ലാഷ് പറയുന്നുണ്ട്. പക്ഷെ ത്രൂ ഔട്ട്ലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ത്രില്ലിംഗ് എലമെൻറ്റിലേക്കാണ്. സ്റ്റാർട്ടിങ് ഒരു ക്രൈം നടക്കുന്നു, അതിൻ്റെ ഒരു ഫോളോ അപ്പ് ക്യൂരിയോസിറ്റി നന്നായി ബിൽഡാവുന്നുണ്ട്. ക്ലൈമാക്സ് ആകുമ്പോൾ അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിട്ട് ഇഷ്ടമായിരുന്നു. മൊത്തത്തിൽ എൻ്റെ പ്രശ്നം നല്ല സാറ്റിസ്ഫൈ ആയിരുന്നു. ആസിഫിൽ നല്ലൊരു കമ്പാക്ക് ആയിരിക്കും. എന്തായാലും ജിസ് ജോയ് ഒരു ട്രാക്ക് മാറ്റിയൊരു ലൈക്ക് ഒരു ത്രില്ലർ മൂഡിലേക്ക് വന്നിട്ട് വെറുതെ ആയില്ല. നല്ലൊരു മൂവി തന്നെയായിരിക്കും. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ഫിലിം എന്തായാലും അടിപൊളിയാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതിനകത്ത് പാർട്ടികളായത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗങ്ങൾ. നാളെ മുതലുള്ള ഇന്ന് മുതലുള്ള ദിവസങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. എല്ലാവരും കാണാൻ എല്ലാവർക്കും ഇഷ്ടമാവുന്ന എല്ലാ പെർഫോമൻസും അതിനകത്ത് ഉണ്ടാവും. സസ്പെൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും വലിയ മേക്കിംഗ് ആണ്. അതെന്തായാലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേരും നല്ല കട്ടൊക്കെ ഇട്ട് കൊടുക്കാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അവർ മാത്രമല്ലെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കസീറക്ക, ജാഫ്രിക്ക എല്ലാവരും ഉണ്ട്. അവരവരുടെ ഭാഗങ്ങൾ അവർ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ പിന്നെ അവർ ഭയങ്കര ബെറ്ററായി അങ്ങനെയല്ല, എല്ലാവരും അവരവരുടെ പോർഷൻസ് ഭയങ്കര നന്നായിട്ട് ചെയ്തു. ആ ഒരു ലേബൽ എന്തായാലും ഡിസൈഡ് പൊളിക്കുന്ന ചിത്രമായിരിക്കും.
ചെയ്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചേട്ടനും ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ടിരിക്കാം തൊട്ട് മുന്നേ വരെ. പക്ഷേ ആ ഒരു തലത്തിലും അദ്ദേഹം വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. സോ ആ ഒരു ഫീൽ ഗുഡ് മേക്കർ എന്നുള്ള പേര് എന്തായാലും ഇതോടുകൂടി മാറിയിട്ടുണ്ട്. എല്ലാവരും പോയി കാണാം. മഴയൊക്കെയാണ്, പക്ഷെ മടിച്ചാരും വീട്ടിലിരിക്കാണ്ടിരിക്കുക. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമ തന്നെയായിരിക്കും. എന്തായാലും എല്ലാവരും പോയി കാണാം. നല്ലതായിട്ട് വരണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണല്ലോ എല്ലാ സിനിമയും നമ്മൾ നന്നായി വരണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പോഴത്തേക്ക് അത് നന്നായി നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം. നല്ല റെസ്പോൺസ് ആയിരുന്നു. തിയേറ്ററിൽ നിന്നാണെങ്കിലും എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നു. കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി സന്തോഷം തോന്നി.